ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 80നും 500നും ഇടയിൽ 4 കൊണ്ടും 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ മോഡൽ വരുന്ന 2 പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് 150നും 465നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്. വേറൊന്ന് ചെയ്യുന്നത് 100നും 400നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളായ എത്ര പൂർണ്ണസംഖ്യകളുണ്ട്. അതിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലെ, 4, 3, 2 അങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 4, 3, 2ന്റെ ലെസ്സാഗു കാണുക. ലെസ്സാഗു എന്ന് വെച്ചാൽ LCM കാണുക. അപ്പം LCM എന്താ വരിക നോക്കിക്കേ. LCM ഓഫ് 4, 3, 2. 4, 3, 2ന്റെ LCM എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എടുക്കുവാണെങ്കിൽ അതെങ്ങനെ എടുക്കാം. 4ഉം 2ഉം 2ൽ ഡിവിസിബിൾ ആണല്ലേ. അപ്പോൾ 4 ആണെങ്കിൽ 2ൽ എത്ര ടൈംസാ, 2 ടൈംസ്. 3 പറ്റത്തില്ല, അപ്പോൾ അതുപോലെ എഴുതി. 2ൽ 1 ടൈംസ് ആണ്. എഗെയിൻ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ചെയ്ത് നിർത്താം. അപ്പോൾ 2ലാണെങ്കിൽ 2 മാത്രമേ പറ്റുള്ളൂ, അപ്പോൾ 1 വരും. 3 അതുപോലെ കൊടുക്കും, 1. ഇനി 3 മാത്രമേ ഉള്ളൂ, 1, 1, 1. അപ്പോൾ എന്താ കിട്ടുക, 2 × 2 × 3 എത്ര കിട്ടും. LCM എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയ ലസാഗു അല്ലെങ്കിൽ ഈ കിട്ടിയ LCM ആയി വരുന്ന സംഖ്യയ്ക്കാണ് നമ്മൾ എന്ത് കാണേണ്ടത്, എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് കാണേണ്ടത് 80നും 500നും ഇടയിൽ. ഓക്കെ അല്ലേ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 80ന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ സംഖ്യ അതുപോലെ തന്നെ നമ്മൾ എടുക്കും അല്ലേ. എന്നിട്ട് രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് 1 മൈനസ് ചെയ്യും. അപ്പോൾ 500ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 499 എന്ന് വരും. ഇനി ഈ 2 സംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ LCM കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ 80നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ 499നെയും 12 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും നോക്കിക്കേ. 12ന്റെ ടേബിളിലാണെങ്കിൽ 80 നോക്കേണ്ടി വരും. 12ന് നമുക്ക് 6 ടൈംസ് ആണ് വരുന്നത് അല്ലേ. 6 ടൈംസ് എത്ര കിട്ടും, 72 എന്ന് വരും. മൈനസ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് കോഷ്യന്റ് ആണ്, അപ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി അടുത്തത് 499നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 49 എടുക്കുവാണെങ്കിൽ 4 പ്രാവശ്യം 48 ആണ് അല്ലേ. 12 × 4 48 എന്ന് കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. പിന്നെ 9 താഴോട്ട് കൊണ്ടുവരിക, അപ്പോൾ 19 ആവും. 12ൽ 1 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ റിമൈൻഡർ എത്ര വരും, 7 എന്ന് കിട്ടും. നമ്മൾക്ക് വേണ്ട കോഷ്യന്റ് ആണ്, അപ്പം 41 എടുക്കുക. ഇനി ഇത് രണ്ടിൻ്റെയും എന്ത് ചെയ്യുക, ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഹരണഫലങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എടുക്കുമ്പോഴത്തേക്കും 41 മൈനസ് 6 എത്ര കിട്ടും, 35. സോ ഇവിടെ ആൻസർ വരുന്നത് 35. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പം ഒന്നിൽ കൂടുതൽ സംഖ്യകളാണ് തരുന്നതെങ്കിൽ നമ്മൾ ലസാഗു കണ്ടുപിടിച്ചിട്ട് ആ കിട്ടിയ ആൻസർ നമ്മുടെ 80നും 500നും ഇടയിൽ എത്ര ഗുണിതങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്